നമസ്കാരം. എൻട്രാഗൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യത്തിലെ ചരിത്ര നോവലുകളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഈ പരമ്പരയുടെ ഒന്നാം ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, എന്നിട്ട് രണ്ടാം ഭാഗം കാണുക. മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടുള്ള നോവൽ വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഏത് ഭാഗം കണ്ടാലും മനസ്സിലാകുമെന്ന് കരുതാം. എങ്കിലും എന്റേതായ ഒരു ശൈലിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും വ്യത്യസ്തത കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ വീഡിയോ അല്ലെങ്കിൽ ആദ്യത്തെ പരമ്പര കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു റീക്യാപ്പ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ഒരു 20 വയസ്സോളം പ്രായമുള്ള രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു യുവാവ് അവിടെ കിടക്കുകയാണ്. പത്മനാഭപുരത്തില് പഴയ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ചാരോട് കൊട്ടാരം നിൽക്കുന്നില്ല. ആ സമയത്ത് ഈ മരത്തിന്റെ മറവിൽ നിന്ന് ചില അമ്പുകൾ അവിടെ, അതേ മരിച്ചു പോയില്ലേ, ഇനി എന്തിനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ദുഃഖിക്കുന്നത്, നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല പാറുക്കുട്ടി. മരിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? വാതിൽ തുറന്ന് ഇടാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വീടിന് പുറത്ത് പറയരെയാണ് കാവല് ഏൽപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞു, ആരുമില്ലേ രക്ഷിക്കാൻ, അവർക്കാണ്, രക്ഷിക്കുന്നവനാണ് എൻ്റെ വീടും പുരയിടവും എന്ന് പറഞ്ഞപ്പോ അടിയങ്ങളുണ്ട് രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുകയും. അപ്പോ ആദ്യത്തെ 5 അധ്യായങ്ങൾ നമ്മൾ ഒന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 6ാമത്തെ അധ്യായമാണ് തുടങ്ങുന്നത്. അവസാനത്തെ അധ്യായത്തിൽ മാങ്കോയ്ക്കിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പിന്നീട് 6ാം അധ്യായത്തിൽ പറയുന്നത് പപ്പു തമ്പിയും സുന്ദരയ്യനും തമ്മിലുള്ള ഒരു സംഭാഷണത്തെ കുറിച്ചിട്ടാണ്. ഇത് നടക്കുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ അടുത്തുള്ള ഒരു മാളികയാണ്. മാളികയിലാണ് തമ്പി താമസിക്കുന്നത്. അപ്പൊ തമ്പിയെ കുറിച്ചിട്ട് വർണ്ണിച്ചിരിക്കുന്നത് ആകാരവടിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു സ്ത്രീലമ്പടൻ എന്ന രീതിയിലല്ലെങ്കിലും, എന്നാൽ സ്ത്രീകളെ കുറിച്ചിട്ട് സ്ത്രീകൾക്ക് എന്നോട് വളരെയധികം ആകർഷണമുണ്ട് എന്ന് ഭാവിക്കുന്ന, സ്വയം പുകഴ്ത്തുന്ന ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ ആക്കം കൂട്ടാൻ എന്നോണം സുന്ദരയ്യൻ തൻ്റെതായ രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നുമുണ്ട്. അപ്പോ ഇത് ഇങ്ങനെ ഒരു ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി നിർത്തുന്ന രീതിയിൽ ഒരു പരിചാരിക കടന്നു പോകുമ്പോൾ, പരിചാരികയ്ക്ക് തമ്പിയോട് ആകർഷണമൊന്നും ഇല്ലെങ്കിലും പരിചാരിക എന്നെ കണ്ട് ആകർഷണത്തില് അല്ലെങ്കിൽ അതില് വശംവതയായിട്ടാണ് നോക്കുന്നത് എന്ന രീതിയിൽ തമ്പി അവിടെ അവതരിപ്പിക്കുമ്പോൾ സുന്ദരയ്യൻ ഒന്നുകൂടി മേമ്പൊടിയായിട്ട് അത് അങ്ങനെ തന്നെയല്ലേ വരൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേലു കുറുപ്പിനെ കുറിച്ചിട്ട് കാത്തിരിക്കുകയാണ്, അവരുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം യുവരാജാവിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞയച്ചിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇവര് തമ്മിൽ സുന്ദരയ്യൻ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് വേലുക്കുറുപ്പ് അവിടെ കയറി വരുന്നത്. അപ്പോൾ നല്ലൊരു വിഷയം, നല്ലൊരു വാർത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പപ്പുത്തമ്പിക്ക് കിട്ടുന്ന വാർത്ത നിരാശാജനകവുമാണ്. അതില് വേലുക്കുറുപ്പിനോട് അദ്ദേഹം തട്ടിക്കയറുന്നുണ്ട്. അപ്പൊ ഇവിടെയും എന്തും ചെയ്യാൻ പാകത്തിലുള്ള രീതിയിലാണ്, അതായത് അത്രയും അനുസരണ ഉള്ള ഒരു അനുയായിയായിട്ടാണ് വേലുക്കുറുപ്പിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ചാന്നാനെ കാണുകയുണ്ടായി. ചാന്നാനെ കണ്ടപ്പോൾ ചാന്നാന്റെ പിന്നെ അസ്ത്രങ്ങൾ വരികയും അതില് ഒരു അസ്ത്രം എടുത്തു നോക്കുമ്പോൾ അതില് ചടച്ചി മാർത്താണ്ഡപ്പിള്ള എന്ന് എഴുതിയിരിക്കുന്നതും കണ്ടു. അപ്പൊ ഈ ചടച്ചി മാർത്താണ്ഡപ്പിള്ള ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആളെ വിട്ടിരിക്കുകയാണ്. അതുപോലെ ചാന്നാനെ വിളിച്ചിട്ട് ആരാണ് ഈ ചാന്നാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിടുന്നു. അപ്പോ അതിനുവേണ്ടി ചാന്നാന്മാരെ പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് വേലുക്കുറുപ്പ് പറയുന്നു, ഞാൻ എന്തായാലും ഒരു നല്ലൊരു വിഷയവുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ശുഭ വാർത്തയുമായിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സമയത്ത് ചാന്നാന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നു. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അറിയാത്ത ആൾക്കാരാണെങ്കിൽ അറിയുന്നത് വരെ അവരെ ഭേദം ചെയ്യുക, അറിയാത്തവരാണെങ്കിൽ അവരെ കൊല്ലുകയാനും ഇവര് ആജ്ഞ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ഈ ചാന്നാന്മാരെയൊക്കെ കൊന്നു തള്ളുകയാണ് നിഷ്കരുണം. ആ സമയത്ത് ആണ് ഈ ചാന്നാനെയും പിടിച്ചു കൊണ്ടുവരുന്നത്, നമ്മുടെ ഭ്രാന്തനായ ചാന്നാനെ. അപ്പൊ ഭ്രാന്തനായ ചാന്നാനെ കുറിച്ചിട്ടുള്ള സൂചനകളൊന്നും ഇവർ പറഞ്ഞു, ചാന്നാനെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വേലുക്കുറുപ്പിന്റെ പടയാളികൾ അല്ലെങ്കിൽ അനുചരന്മാരോ ആരോ ഇല്ലാത്തതുകൊണ്ട് ചാന്നാനെ അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ ഈ ഒരു ഭ്രാന്ത് കാണിക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹത്തിനെ പിടിച്ച് കല്ലറയിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ കല്ലറയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിടുമ്പോൾ മുകളിൽ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് കേൾക്കാം. വീണ്ടും വേലുക്കുറുപ്പ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നതിന് വളരെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അങ്ങ് ഒരു സൈന്യത്തിനെ അയക്കണം. വൈകുന്നേരം മാങ്കോയ്ക്കൽ കുറുപ്പിന്റെ വീട്ടിലേക്കാണ് അയക്കേണ്ടത്. അവിടെ ഇദ്ദേഹം ഉള്ള വിവരം പറയുന്നു. യുവരാജാവിനെ കണ്ടുകിട്ടിയിട്ടുള്ള ആൾക്കാർ അതിന്റെ വിവരം
കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എന്നാൽ ഞങ്ങൾ ഉടനെ അയക്കാന്നുള്ള 150 ആളോളം വേണം. അവര് ഞങ്ങൾ കാഹളം മുഴക്കുമ്പോൾ കയറിയാൽ മതി. ഞങ്ങളുടെ ഒരു 100-150ഓളം ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു വലിയൊരു സന്നാഹമാണ്. 100-300 പേരായിട്ടാണ് പോകുന്നത് ഈ ഒരാളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇവര് പോയപ്പോ ചാന്താൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതൊക്കെ കേട്ടതിന് ശേഷം ചാന്താന് രക്ഷപ്പെടാൻ മാർഗം നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഇരുട്ടുമൂടി കിടക്കുന്ന ഒരു ചെറിയ ഒരു കുടുസായ മുറി, കാറ്റും വെളിച്ചം ഒന്നുമില്ല. അപ്പോ ആ സ്ഥലത്ത് അദ്ദേഹം തപ്പി നോക്കുമ്പോൾ നിലത്ത് ഒരു പിടി കണ്ടു, ഒരു വളയം കണ്ടു. അപ്പൊ അത് അദ്ദേഹം തുറന്നു നോക്കുമ്പോൾ താഴത്തേക്ക് ഒരു പടി കണ്ടു. അപ്പോൾ ചാരോട് കൊട്ടാരത്തിലേക്ക് ഒരു ഭൂഗർഭ അറയുള്ളതായിട്ട് അദ്ദേഹത്തിന് മുന്നേ അറിയാമായിരുന്നു. അങ്ങനെ അതിലൂടെ ഇപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്തെത്തുമ്പോൾ അതിന് അറ്റം കണ്ടു. വീണ്ടും തിരിച്ച് വേറൊരു വഴി കൂടെ നടന്ന സമയത്ത് 2-3 നാഴിക നടന്ന് അദ്ദേഹം പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അദ്ദേഹം അവിടെയുള്ള ചാന്താന്മാരെ അല്ലെങ്കിൽ അവിടെയുള്ള പറയരിവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, യുവരാജാവ് അപകടത്തിലാണ്, അദ്ദേഹത്തിന് രക്ഷിക്കണം, എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവിടുന്ന് വരുന്നത്. അപ്പോ ഈ ഒരു രംഗം ഇതാണ് 6-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നത്. 7-ാം അധ്യായത്തിലാണ് യുദ്ധത്തിന്റെ രംഗങ്ങൾ വിവരിക്കുന്നത്. അതായത് 7-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഈ അതിനെ കുറിച്ചിട്ട് ആദ്യത്തെ ഒരു ഇതിൽ പറയുന്നത്, ഈ മാങ്കോയ്ക്കൽ കുറുപ്പ് യുവരാജാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യുവരാജാവിനെയും അതുപോലെ തന്നെ പരമേശ്വരൻ പിള്ളയെയും ഇതിന്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നത്. അതായത് ഈ കയറ്റി വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിയുടെ ഉള്ളിലേക്ക് ആക്കുന്നത് അറപ്പുരുടെ. എന്നിട്ട് അദ്ദേഹം വാതിൽ പുറത്തു നിന്ന് പൂട്ടുകയാണ്. പുറത്തുനിന്ന് പൂട്ടുന്നത് ആളില്ല എന്നുള്ള ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു എങ്ങനെയാണെങ്കിലും. അപ്പൊ ഇതൊരു കുടുസായ മുറിയാണ്. അപ്പൊ ഈ തീ അങ്ങോട്ട് പടരാൻ തുടങ്ങി. പോകുമ്പോൾ ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. അപ്പൊ മുകളിലൊക്കെ തട്ടടിച്ചുകൊണ്ട് ആ തട്ടിന്റെ ഇടയിലൂടെ ചെറിയ ദ്വാരങ്ങളിലൂടെ എല്ലാം ഈ പുകയും ഇതൊക്കെ വന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പൊ ഈ പരമേശ്വരൻ പിള്ളയാണെങ്കിൽ തന്റെ എന്താ പറയാ യുവരാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വാളും ഊരിയിട്ട് ഒരു മൂലയിൽ നിൽക്കുകയാണ്, എന്തും കാത്തുകൊണ്ട്. അപ്പൊ പുറത്തേക്ക് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. പുറത്താണെങ്കിൽ ഘോര യുദ്ധം നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് സഹായിക്കണമെന്നുണ്ട് യുവരാജാവിന്, പക്ഷെ പുറത്തേക്ക് പോകാൻ വഴിയില്ല. ആ സമയത്താണ് ചാന്താന്റെ വരവ്. അപ്പോ ഈ മാങ്കോയ്ക്കൽ കുറുപ്പിനെ വളഞ്ഞ് എല്ലാവരും കൂടി വളഞ്ഞ സമയത്ത്, ഈ തീ കത്തുന്ന സമയത്താണ് എന്റെ തമ്പുരാനെ രക്ഷിക്കാൻ ആരുമില്ലേ, ഇവിടെ ആരുമില്ലേ രക്ഷിക്കാൻ, അവർക്കാണ് എന്റെ വീടും പുരയിടവും ഇതൊക്കെ പറഞ്ഞ ഉടനെ തന്നെ അങ്ങ് അടിയങ്ങളുണ്ട് രക്ഷിക്കാൻ എന്ന് പറഞ്ഞു വരുന്നത് ഈ ചാന്താന്റെ കൂട്ടത്തിലുള്ള ഈ പറയരാണ്. അവരുടെ കയ്യിൽ കത്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ അവർ കയറി വരുന്നത്. അപ്പൊ ചാന്താൻ അതിന്റെ പുറകിലേക്ക് ചാടി, അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ പുറകിലൂടെ ചാടി അദ്ദേഹം മാറി ഈ അറപ്പുരയുടെ മുകളിലേക്ക് എത്തിയിട്ട്, അപ്പൊ അവിടെ കിട്ടിയ ഒരു കോടാലിയൊക്കെ എടുത്ത് അദ്ദേഹം അതൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ വെട്ടിപ്പൊളിച്ച് മുകളില്, അതായത് തട്ട് മുകളില് കയറിയിട്ട് തട്ട് പൊളിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ മുന്നേ തന്നെ ഇതാരാ വെട്ടിപ്പൊളിക്കുന്നതെന്നൊക്കെ പോലെ ശത്രുക്കളാണോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം, അതായത് യുവരാജാവ് മാർത്താണ്ഡവർമ്മ, അദ്ദേഹം വാളൊക്കെ ഊരിയിട്ട് ഇതിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പൊ പരമേശ്വരൻ പിള്ളയെ തട്ടുന്നു. അപ്പൊ പരമേശ്വരൻ പിള്ള അവിടുന്ന് ഈ പുകയും ശബ്ദമൊക്കെ ശ്വസിച്ച് അദ്ദേഹത്തിന് ആകെ ഒരു ബോധം പോയ പോലെ അദ്ദേഹത്തിന്റെ ചാടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ചാന്താൻ അകത്തേക്ക് ചാടി വരുന്നത്. ചാന്താനെ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അവര് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വാതിൽ അദ്ദേഹം വെട്ടിപ്പൊളിച്ച് അവര് പുറത്തേക്ക് കടക്കുന്നു. ആ പുറത്തേക്ക് കടന്ന ഉടനെ തന്നെ വലിയൊരു വിഭാഗം കൊണ്ട് വന്നിട്ട് വളയുകയാണ് അവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ കാഹളം മുഴങ്ങിയപ്പോ ഇവര് ആദ്യത്തെ ഒരു 150 പേര് വന്നിട്ട് മറ്റൊരു 150 പേര് തമ്പിയുടെ വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ പടയും കൂടിയും വരികയാണ്. ആ വരുന്ന സമയത്ത് വലിയ ഘോര യുദ്ധം നടക്കുന്നു. ആ ഘോര യുദ്ധം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനെ പോലെ ഉള്ള ഒരവസ്ഥയായിരുന്നു ഈ മാർത്താണ്ഡവർമ്മയ്ക്ക്. കാരണം വളഞ്ഞിരിക്കുകയാണ് എല്ലാവരും. 100-150 പേരുണ്ട്. ഇതിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ചാന്താന്റെ വരവ്. ചാന്താൻ ചാടി വന്ന് അദ്ദേഹത്തിന്റെ ആ വൈഭവത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനതൊന്ന് വായിക്കാം. വാളിളക്കി പാട്ടുപാടി ഇടത്തുകാൽ നിരത്തൂന്നി വട്ടം തിരിഞ്ഞ് വാൾ വീശി കണ്ണിൽ ചൂണ്ടി കാലിൽ വെട്ടിയും തടാക്കാട്ടി വയറ്റിൽ കുത്തി കുടൽ ചാലിച്ചും കടാകം ഓതിരം കാച്ചിയും മാടുമാറി തലയ്ക്കും താങ്ങിയും വലതുകാൽ കൊണ്ട് തൊൾക്കുത്തി ചിലരെ വീഴ്ത്തിയും വെട്ടും കുത്തും ദൃഢമായി നോക്കി തടഞ്ഞും ഇടതു കൈയാൽ ചിലരുടെ കണ്ടങ്ങൾ ഞെരിച്ചും ഇങ്ങനെ അസാമാന്യമുള്ള സാമർത്ഥ്യത്തോടു കൂടി സമരം ചെയ്തുകൊണ്ട് ചാന്താൻ വേലുക്കുറുപ്പിന്റെ മുമ്പിലെത്തിയെന്നാണ്. അങ്ങനെയാണ് വേലുക്കുറുപ്പിന്റെ മുന്നിലേക്ക് എത്തുന്നത്. എല്ലാവരും വെട്ടി നിരത്തി
വേലുക്കുറുപ്പായിട്ടുള്ള യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത്. വേലുക്കുറുപ്പ് ആദ്യത്തെ ഇതിലെ കുറച്ച് മാറിയ, എന്നിട്ട് അദ്ദേഹം കുന്തമായി വരുന്നു, വാളെടുക്കുന്നു, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാഹളം മുഴങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പ് വരുന്നത്. ഈ സമയത്ത് എന്താ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കത്തി എടുത്തിട്ട് അദ്ദേഹം വെട്ടുന്ന സമയത്ത് വേലുക്കുറുപ്പ് പുറകിലേക്ക് മാറി. വീണ്ടും അദ്ദേഹത്തിന് രാവിലെ ഇദ്ദേഹം പാദം കൊണ്ട് പ്രഹരിച്ചതിന്റെ ആ ഒരു ദോഷം നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത വീശലിന് ഈ വേലുക്കുറുപ്പിന്റെ ഒരു ചെവി അങ്ങ് മുറിഞ്ഞുപോയി. അങ്ങനെ അതോടുകൂടി വേലുക്കുറുപ്പ് പുറകിലേക്ക് മാറുകയാണ്. പുറകിലേക്ക് മാറിയ ഉടനെ തന്നെ ചാന്നാൻ ചവിട്ടി വീഴ്ത്തുന്നു അദ്ദേഹത്തിനെ. ആ ചവിട്ടി വീഴ്ത്തുന്നതോടുകൂടി മറ്റൊരു കാഹളം മുഴങ്ങുകയാണ്. ആ കാഹളം മുഴങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ അധ്യായത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിലെ മാങ്കോയിൽ കുറുപ്പ് വേറൊരാളെ അനന്തരവനെ പറഞ്ഞയച്ചിരുന്നു എന്ന്. അദ്ദേഹത്തിനെ പറഞ്ഞയച്ചത് വേറെ ഒന്നും ആയിരുന്നില്ല, ഇദ്ദേഹത്തിന്റെ കളരിയിലുണ്ടായിരുന്ന 100-150 ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അവർ തികഞ്ഞ അഭ്യാസികളായിരുന്നു. അങ്ങനെ ഈ അഭ്യാസികളെല്ലാം അവിടെ നിന്ന് വരുന്ന ആ ഒരു കാഹളമാണ് കേൾക്കുന്നത്. അപ്പൊ ചാന്നാന്റെ റോള് കഴിഞ്ഞു. ചാന്നാൻ അങ്ങനെ അവിടുന്ന് പോകുന്നു. മാങ്കോയിക്ക് അതോട് കൂടിയിട്ട് വേലുക്കുറുപ്പിന്റെ ആൾക്കാരെ എല്ലാവരും തിരിഞ്ഞോടുന്നു. അവർ വെട്ടി നിരത്തി ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിന്റെ മുന്നേ ഈ പറയരുടെ ഒരു വിഭാഗം എല്ലാത്തിനും അവർ അഭ്യാസികളല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഈ കളരിപ്പയറ്റുകാരുടെ വരവ്. അതോട് കൂടിയിട്ട് ഇവരെല്ലാവരും പോകുന്നുണ്ട്. ഈ ഒരു രംഗം എന്താ പറയുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ മാങ്കോയിക്കുറുപ്പിന്റെ കൈ പിടിച്ച് 2 കൈ കൊണ്ടുകൂടി ചേർത്ത് പിടിച്ചിട്ട് എന്നെ രക്ഷിച്ച ചാന്നാൻ എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് ചാന്നാനെ അവിടെ കാണുന്നില്ല. ഇതേ സമയത്ത് 8ാമത്തെ അധ്യായത്തിൽ അവിടെ നടക്കുന്നത് ഈ പപ്പുത്തമ്പിയുടെ അവിടെ ഇവരെ അറിയുന്നില്ല, എന്തായാലും സന്തോഷ വാർത്ത നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കഞ്ചാവടിയൊക്കെ നടക്കുന്നുണ്ട്. അത് കഞ്ചാവിന്റെ ഗുളികയാണ്. സുന്ദരയ്യനും കഴിക്കുന്നുണ്ട്, പപ്പുത്തമ്പിയും കഴിക്കുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതായിട്ട് വരുന്നു. ഈ സമയത്ത് അന്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ വരുന്നുണ്ട്. ഇദ്ദേഹം വളരെ ബഹുമാന പുരസ്സരം അല്ലെങ്കിൽ വളരെയധികം ബഹുമാനം അർഹിക്കുന്ന ഒരാളായിട്ടാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പപ്പുതമ്പിയുടെ ഈ നടപടികളോടൊന്നും യോജിപ്പില്ല എന്നുള്ളത് സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ രമ്യതയിൽ ശ്രമിച്ചൂടെ എന്നൊക്കെ അദ്ദേഹം പറയുന്നതൊക്കെ അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ സംസാരത്തിന്റെ ഇടയിൽ അത് കാരണം ഈ മാർത്താണ്ഡവർമ്മയ്ക്കും പപ്പുത്തമ്പിക്കും സുന്ദരയ്യനും ഒക്കെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ആരാണെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നില്ല. ഇതേ സമയത്ത് നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഇതില് നമ്മൾ 2ാമത്തെ അധ്യായത്തില് വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സുന്ദരയ്യൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇദ്ദേഹം എന്തും വിടുവായുത്തം പറയുകയും പപ്പുത്തമ്പിക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ശകുനിയെ പോലെയൊക്കെയാണ് അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പപ്പുത്തമ്പിയെ കൊണ്ട് പാറുകുട്ടിയെ വിവാഹം കഴിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ പരിശ്രമത്തിലാണ് സുന്ദരയ്യൻ. അങ്ങനെ സുന്ദരയ്യൻ അവിടെ വന്ന് കാർത്തിയാനി അമ്മയെ പറഞ്ഞ് വശമാക്കുന്നു. അപ്പൊ പാറുകുട്ടിയുടെ ആദ്യത്തെ കാമുകനെ അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ആള് മരിച്ചുപോയി എന്ന് അറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും പാറുകുട്ടിയെ നല്ലൊരു വിവാഹം കഴിപ്പിച്ച് ഈ ദുഃഖാവസ്ഥയിൽ നിന്ന് മാറ്റണമെന്ന് കാർത്തിയാനി അമ്മയ്ക്കും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ കാർത്തിയാനി അമ്മ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് സുന്ദരയ്യന്റെ ഈ വരവും പറച്ചിലും. സുന്ദരയ്യനെ മറ്റുള്ളവർക്കൊന്നും വലിയ മതിപ്പില്ല, പാറുകുട്ടിക്ക് തീരെയും മതിപ്പില്ല. അപ്പോഴാണ് ഈ തിരുമുഖം പിള്ളയുടെ മകനാണ് ഈ പാറുക്കുട്ടിയുടെ എന്താ പറയാ മരിച്ചുപോയ അല്ലെങ്കിൽ മരിച്ചുപോയതായിട്ട് കരുതപ്പെടുന്ന ആ കാമുകൻ, അങ്ങനെ തന്നെ പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് വരുന്നു. ആ എഴുത്ത് വായിച്ച് ഈ മൂത്തപിള്ള ദുഃഖിതനായിട്ട് അത് പാറുക്കുട്ടിക്ക് ഏൽപ്പിക്കുന്നു. പാറുക്കുട്ടി അത് വായിക്കുന്നു, വ്യസനിക്കുന്നു, പക്ഷെ വിശ്വസിക്കുന്നില്ല. ഇതിൽ എന്താണ് ഈ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. അതിൽ വേറെ ഒന്നുമില്ല, അദ്ദേഹം മരിച്ചുപോയ കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സമയത്ത് മഹാരാജാവ് അവിടെ അത്യാസന്ന നിലയിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാവരും അവിടെ ഉണ്ട്. സർവാധികാരിക്കാരൊക്കെ അവിടെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്, മകളാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയാണ്, ഒരു അനന്തരവനാണെങ്കിൽ കലശലായ അസുഖം ബാധിച്ച് അവിടെ കിടക്കുമ്പോഴും അതൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് മഹാരാജാവിന് എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ സമയത്ത് മാർത്താണ്ഡവർമ്മയും തമ്പിയും ഒക്കെ അവിടെ കാണാം. ഈ സമയത്താണ് സുന്ദരയ്യൻ വീണ്ടും അവിടേക്ക് കയറി വരുന്നത്. അതിലിടയ്ക്ക് വേറൊരു ആശാനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വേലു ആശാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആശാനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ, അതായത് ഈ ചെമ്പകശ്ശേരി തറവാട്ടിലെ അറപ്പുരയുടെ കാവൽക്കാരനും അവിടുത്തെ കളരിയുടെ ആശാനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു 70 വയസ്സിന്റെ മുകളിലുള്ള വ്യക്തിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് എന്തിനോടും അല്ലെങ്കിൽ അറപ്പുരയിൽ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനോട് കണ്ടാലും അല്ലെങ്കിൽ ഇത് കണ്ടാലും വളരെയധികം ശുണ്ഠിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ വേലു ആശാൻ. അപ്പൊ അദ്ദേഹത്തിന് ഈ സുന്ദരയ്യനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്.
എങ്ങനെയായാലും കാർത്തിയാനിയമ്മയെ പറഞ്ഞ് വശമതയാക്കിയിട്ട് എങ്ങനെയായാലും തമ്പി അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം പറയുന്നു. അപ്പൊ ഒരു രാജാവിന്റെ മകൻ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ മരുമകനായി കിട്ടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് കാർത്തിയാനിയമ്മയ്ക്ക് അത് വലിയ കാര്യമായിരുന്നു. എന്നാൽ മൂത്ത പിള്ളയ്ക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് അനന്തരവൾ എന്താണോ പറയുന്നത് അത് കേൾക്കുക, പെങ്ങൾ എന്താണോ പറയുന്നത് അതിലപ്പുറം അദ്ദേഹത്തിന് വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ എങ്ങനെയായാലും കാർത്തിയാനിയമ്മയോട് ഇത് പറഞ്ഞപ്പോ കാർത്തിയാനിയമ്മ പറഞ്ഞു ഇദ്ദേഹത്തിനോട് സുന്ദരയ്യനോട് പോയിട്ട് എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് മൂത്ത പിള്ളയെ സമ്മതിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ മൂത്ത പിള്ള പറയുന്നു, കാർത്തിയാനിയമ്മ എന്താ പറഞ്ഞത് ചോദിക്കുന്നു, സമ്മതിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ തമ്പി വരുന്നുണ്ടെന്ന വിവരം പറഞ്ഞ സമയത്ത് പാറുക്കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നു, വാതിൽ അടയ്ക്കുന്നു. അപ്പോ തമ്പി വന്നു കഴിഞ്ഞാൽ കാണണമല്ലോ, ഒരു രക്ഷയുമില്ല. വീട്ടിലാണെങ്കിൽ എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കറികളും മറ്റു കാര്യങ്ങളും ഒക്കെ രാവിലെ തൊട്ടിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിൽ പാറുക്കുട്ടി അതിനു മുമ്പ് തന്നെ വീട്ടില് എല്ലാ കാര്യങ്ങളും അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ചെയ്തു വെക്കുന്നുണ്ട്. തമ്പിനെ വരവേക്കാൻ വേണ്ടിയിട്ടല്ല, അതൊക്കെ പുതിയൊരു പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അങ്ങനെ പപ്പു തമ്പി വളരെ ആകാംക്ഷയോടും ഭയങ്കര ഇതോടുകൂടി അവിടെ വരുന്നു. അപ്പോ തമ്പിയെ കാണാൻ പാറുക്കുട്ടി സമ്മതിക്കുന്നില്ല, ആഭരണങ്ങൾ അണിയാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അതോടുകൂടിയിട്ട് ഈ മൂത്ത പിള്ളയ്ക്ക് അപമാനം വരുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അനന്തരവളെ വളരെയധികം സ്നേഹവും ഉണ്ടായിരുന്നു. അപ്പൊ മൂത്ത പിള്ള പറഞ്ഞു കഴിഞ്ഞാൽ പാറുക്കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള അത് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ അടച്ച വാതിലിന്റെ മുന്നിൽ വന്നിട്ട് ഇദ്ദേഹം വന്നിട്ട് മൂത്ത പിള്ള പാറുക്കുട്ടിയോട് പറയുകയാണ്, വാതിലിൽ തട്ടുകയാണ് തുറക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഈ മൂത്ത പിള്ളയ്ക്ക് വേണ്ടിയിട്ട് പാറുക്കുട്ടി സമ്മതിക്കുകയാണ്. അങ്ങനെ പപ്പു തമ്പി അവന്റെ ഉള്ളിലേക്ക് കയറി വരുന്നു. പപ്പു തമ്പി കയറി വന്ന് അദ്ദേഹത്തിന്റെ ചില പുകഴ്ത്തലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ എന്നെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്, ഞാൻ എന്റെ അക്ക ഇവര് പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവസാനം ഈ സൗന്ദര്യത്തിലൊക്കെ മയങ്ങി പപ്പുത്തമ്പി വന്ന് ഈ പാറുക്കുട്ടിയുടെ കൈ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പാറുക്കുട്ടി അകത്ത് മറ്റൊരു മുറിയിലേക്ക് ഓടി കയറുകയാണ്. അങ്ങനെ പപ്പുത്തമ്പി അത് ഒരു ലഭ്യമായ അവസ്ഥയിലാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അന്ന് രാത്രി അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്നും പപ്പുത്തമ്പി മടങ്ങി പോകുന്നു. ഇതാണ് 9ാമത്തെ അധ്യായത്തില് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അധ്യായം 10 പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ് വളരെയധികം പപ്പുത്തമ്പിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് ടെൻഷൻ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ കാർത്തിയായനിയമ്മ അവിടെ വന്ന് ഈ പാറുക്കുട്ടിയുടെ വാതിലുകൾ തുറന്ന് അകത്തേക്ക് കടക്കുന്നതോടുകൂടി പാറുക്കുട്ടി അല്ല കാർത്തിയായനിയമ്മ ഉറക്കെ നിലവിളിക്കുകയാണ്. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഉറക്കെ അങ്ങ് നിലവിളിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്, അതാണ് ഇനി നമ്മൾ അടുത്ത പരമ്പരയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ നീണ്ടു പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിന്റെ അനലൈസേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും അവസാനം പറയാം. അതാണ് നന്നായിരിക്കുക എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ ഒന്നരാടൻ വീഡിയോ തരാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.